ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വൃത്തസ്തംഭത്തിൻ്റെ പാദത്തിൻ്റെ ആരം 15 സെൻറ്റിമീറ്ററും ഉയരം 32 സെൻറ്റിമീറ്ററുമാണ്. ഇരുമ്പുരുക്കി പാദത്തിൻ്റെ ആരം 20 സെൻറ്റിമീറ്ററായ വൃത്തസ്തംഭം ഉണ്ടാക്കി. ഈ സ്തംഭത്തിൻ്റെ ഉയരം എത്രയാണ്? ഇപ്പോൾ ഓപ്ഷനിൽ 16, 18, 9, 20 ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സാധനത്തെ ഉരുക്കിയിട്ട് മറ്റൊന്നുണ്ടാക്കിയാൽ വ്യാപ്തം തുല്യമായിരിക്കും. അതായത് ഒരു വൃത്തസ്തംഭം ഉരുക്കി ഒരു ക്യൂബോ അല്ലെങ്കിൽ മറ്റേതൊരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വ്യാപ്തം എപ്പോഴും തുല്യമായിരിക്കും. ആ കാര്യം നമ്മളൊന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് πr²h ആണ്. അപ്പോൾ ഇതിൽ r എന്ന് പറയുന്നത് ആരവും h ഉയരവുമാണെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇത് രണ്ടും തുല്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉരുക്കിയ സ്തംഭത്തിൻ്റെയും പഴയ സ്തംഭത്തിൻ്റെയും വ്യാപ്തം തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് ആരം 15ഉം ഉയരം 32ആണ്. അപ്പോൾ 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഈസ് ഈക്വൽ ടു പുതിയ സ്തംഭത്തിൻ്റെ ആരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ r² എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 20. പക്ഷെ നമുക്ക് ഹൈറ്റ് തന്നില്ല, അതുകൊണ്ട് എച്ചും കൂടി നമ്മൾ എഴുതുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഉയരമാണ്. അപ്പോൾ h ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20 എന്ന് കിട്ടും. 20നെ 4 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. അപ്പോൾ 32ൽ 4 8 തവണ പോകും. അതുപോലെ തന്നെ ഈ 20നെ 4 കൊണ്ട് 5 തവണ പോകും. 8ൽ 2 തവണയും പോകും. ഇനിയോ ഈ 5നെ വെട്ടിക്കഴിഞ്ഞാൽ 15ൽ 3 തവണ പോകും. തൊട്ടിപ്പുറത്തെ 5നെയും വെട്ടിക്കഴിഞ്ഞാൽ 15ൽ 3 തവണ പോകും. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 2 18. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 18 സെൻറ്റിമീറ്റർ ആണ്. പുതിയ സ്തംഭത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ. രണ്ട് കുപ്പികളുടെ ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. ചെറിയ കുപ്പി 2 തവണയും വലിയ കുപ്പി 1 തവണയും നിറച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു. ചെറിയ കുപ്പി 2 തവണയും വലിയ കുപ്പി പകുതി നിറച്ചും മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രങ്ങളിലെ വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? അപ്പോൾ 5:3, 3:4, 5:4, 4:9 ഒക്കെയാണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക, ഉള്ളളവുകൾ എന്ന് പറയുമ്പോൾ വ്യാപ്തം അതായത് വോളിയം. രണ്ട് കുപ്പികളുടെ ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 3:4 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യം നോക്കുക, ചെറിയ കുപ്പി 2 തവണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറുതെന്ന് പറയുമ്പോൾ 3, 2 തവണ ആകുമ്പോൾ 3 ഇൻറ്റു 2 6 എന്ന് കിട്ടും. അതുപോലെ തന്നെ വലിയ കുപ്പി 1 തവണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4, 6 + 4 10 എന്ന് കിട്ടും. നമ്മൾ ആദ്യം ഒഴിക്കുന്ന പാത്രത്തിൻ്റെത് 10 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ നോക്കിയേ, ചെറിയ കുപ്പി 2 തവണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 2 6 എന്ന് നമുക്ക് കിട്ടും. വലിയ കുപ്പി പകുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4ൻ്റെ പകുതി 2. അപ്പോൾ 6 + 2 8 എന്ന് കിട്ടും. രണ്ടാമത്തെ പാത്രത്തിൻ്റെത് 8 എന്ന് കിട്ടും. ഇനി പാത്രത്തിലെ വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം അതായത് 10:8 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ ചുരുക്കി കഴിഞ്ഞാലോ 5:4 എന്നാവും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഒരു സമചതുരത്തിൽ വൃത്തം അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ അത് വൃത്തത്തിലാകാനുള്ള സാധ്യത എന്ത്? അപ്പോൾ ഇത്തരത്തിൽ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി ചോദ്യം വന്നു കഴിഞ്ഞാൽ P ഈസ് ഈക്വൽ ടു F/T ആണ്. അതായത് അനുകൂല ഫലം ബൈ ആകെ ഫലം. ഈ അനുകൂല ഫലം എന്ന് പറയുന്നത് നമുക്ക് കാണാനുള്ള, അതായത് ചോദ്യത്തിൽ ഒരു വൃത്തത്തിൽ കുത്തിട്ടാൽ സാധ്യത എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണമായിരിക്കണം F എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ആകെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ചതുരത്തിൻ്റെ വിസ്തീർണ്ണമായിരിക്കണം. അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കാണാനുള്ള സൂത്രവാക്യം നമുക്കറിയാം. എന്താണ്? πr² ആണ്. വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കാണാനുള്ളത് πr². അപ്പോൾ r എന്ന് പറയുന്നത് ആരം. നമുക്കറിയാം, ഒരു വൃത്തത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു വശത്തേക്ക് വരച്ചു കഴിഞ്ഞാലുള്ള രേഖയാണ് ആരം. അപ്പോൾ ഇവിടെ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 2 ആരങ്ങൾ ചേർന്നതാണ്. അതുകൊണ്ട് നമുക്ക് സമചതുരത്തിൻ്റെ ഒരു വശത്തെ 2r എന്ന് പറയാം. സമചതുരത്തിൻ്റെ വിസ്തീർണ്ണം കാണാനുള്ള സൂത്രവാക്യം എന്താ? a² ആണ്. അപ്പോൾ നമുക്കിനി സാധ്യത എങ്ങനെ കണ്ടുപിടിക്കാം?
പി ഈസ് ഈക്വൽ ടു എഫ് ബൈ ടി എന്നാണ് പറഞ്ഞുള്ളത്. അതായത് പൈ ആർ സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ എ എന്ന് പറയുന്നത് 2r എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 2rൻ്റെ വർഗ്ഗം കാണുക. അപ്പോൾ 2നെ 2 തവണ ഗുണിച്ച് കഴിഞ്ഞാൽ 4 കിട്ടും. 6 × r സ്ക്വയർ എന്ന് വരും. അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 4r സ്ക്വയർ. അപ്പോൾ ഇവിടെ r സ്ക്വയറും വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താ? പൈ ബൈ 4. അപ്പോൾ പൈ ബൈ 4 എന്നതാണ് ആൻസർ. ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് വൃത്തത്തിലാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്. ഇപ്പോൾ SCRT ബേസ് ആയിട്ടുള്ള ചില മാത്സുകൾ ലളിതമായി തന്നെ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.